ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ 3 ബാങ്ക് ജീവനക്കാർക്ക് സസ്പെൻഷൻ എന്ന വാർത്ത റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. രാഹുൽ, ഈ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ്, ആ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ ബാങ്ക് അധികൃതർ, ബാങ്ക് പ്രസിഡന്റ് അടക്കം ഈ ജീവനക്കാരെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്ന 3 പേർക്കെതിരെ. വിവരങ്ങൾ എന്താണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിഷേധവും വിമർശനവും അതിശക്തമായി വന്നതിന് പിന്നാലെയാണ് ഈ സൊസൈറ്റി ഭരണസമിതി ബോർഡ് മീറ്റിംഗ് കൂടിയത്. ആരോപണ വിധേയരായ 3 പേർക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. സൊസൈറ്റി സെക്രട്ടറി ആയിട്ടുള്ള റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവർക്കാണ് ഈ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ 3 പേരുടെയും പേരുകൾ സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ പോലീസ് ചോദ്യം ചെയ്യുന്ന നടപടിയും ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ ഇവരെ ചോദ്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ മൊഴി എടുത്തിട്ടില്ല. ഇവരുടെ മൊഴി ഉൾപ്പെടെ എടുത്തതിന് ശേഷം ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണോ എന്ന് പോലീസ് തീരുമാനിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സൊസൈറ്റി ഭരണസമിതിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സസ്പെൻഷൻ നടപടി ബോർഡ് മീറ്റിംഗിലാണ്, ഭരണസമിതി ബോർഡ് മീറ്റിംഗ് ചേർന്നതിന് പിന്നാലെയാണ് ഈ സസ്പെൻഷൻ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ, ഇതിപ്പോൾ ഈ സംഭവം നടന്ന ദിവസങ്ങളാവുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഒരു നടപടി ഈ സൊസൈറ്റിയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ആദ്യം അവർ സ്വീകരിച്ച നിലപാട് നമ്മൾക്കറിയാവുന്നതാണ്. ആർക്കും തെറ്റുപറ്റിയിട്ടില്ല, ജീവനക്കാരൊന്നും അങ്ങനെ പെരുമാറുന്നവരല്ല എന്ന് പ്രസിഡന്റ് അടക്കം പറഞ്ഞതാണ്. നമ്മൾ ആ വാർത്ത നൽകുന്നതുമാണ്. ഇതിപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾ പല കോണുകളിലായി ഉയരുന്നുണ്ട്. പക്ഷെ അപ്പോഴും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ മെല്ലെപ്പോക്ക് സ്വീകരിക്കുന്നതെന്ന് പരാതിയും ആക്ഷേപങ്ങളും ഉയരുന്നുമുണ്ട്. ഈ മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ എന്തുകൊണ്ട് ഇത്രയും ഡിലേ ഉണ്ടാവുന്നു? അതിലെന്താണൊരു പ്രശ്നമുള്ളത്? പ്രജിൻ, ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ഭരണസമിതി ഇപ്പോഴും ഈ ബാങ്ക് ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് അവർ സമ്മതിച്ചിട്ടില്ല. ഇത്രയും വലിയ വാർത്തയായതിനു പിന്നാലെ, ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ, വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ബാങ്കിന്റെ സൊസൈറ്റി ഭരണസമിതി അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി ഇവരെ മാറ്റി നിർത്തുന്നു. അതിനുശേഷം അന്വേഷണം നടത്തും എന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവരേതെങ്കിലും തരത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ സൊസൈറ്റി ഭരണസമിതി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസും അത് തന്നെയാണ് ഇപ്പോൾ ആ ഒരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇവരുടെ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ, ഈ ആരോപണ വിധേയരായിട്ടുള്ള ഇവരുടെ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ പോലീസിന് ഒരു കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ബാങ്കിലെ മറ്റ് ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴിയെടുത്തിട്ടും ഈ ആരോപണ വിധേയരായ 3 പേരുടെ മൊഴിയെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള അവരെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ CPM-ന്റെ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ് ചോദിക്കുന്ന പോലെയൊക്കെയാണ് ഈ പോലീസിന്റെ ഒരു സമീപനവും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഉയർത്തുന്ന, അല്ലെങ്കിൽ BJP ഉയർത്തുന്ന ഏറ്റവും വലിയ വിമർശനം അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത്, ഈ ആരോപണ വിധേയർക്ക് CPM-ന്റെ സംരക്ഷണമുണ്ട്, അതുകൊണ്ടാണ് ഇവർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താത്തത് എന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു നടപടി പോലീസ് സ്വീകരിക്കുന്നു എന്നുള്ള ആദ്യഘട്ടം മുതൽ തന്നെ ഉയരുന്ന ആരോപണമാണ്. എന്തായാലും പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ, അതായത് തെളിവായി ഒരു ആത്മഹത്യാ കുറിപ്പ് സാബുവിന്റെ മൃതശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടും അതിന്റെ കാലതാമസം എന്തുകൊണ്ടാണെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ആരോപണ വിധേയരെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കുന്നതിൽ എന്താണ് ഇത്ര താമസമെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയാണ് ഈ സസ്പെൻഷൻ എന്നൊരു പക്ഷേ ഒരു ചോദ്യം ഉയർന്നേക്കാം. എന്തായാലും സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ ആവശ്യപ്രകാരം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ ബാങ്ക് സൊസൈറ്റി ഭരണസമിതി ഈ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളത്. അത് അന്വേഷണ വിധേയമായിട്ടാണെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി സൊസൈറ്റി ഭരണസമിതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ അവർ അതൊരു വിശദീകരണമായി എങ്കിലും പറയുന്നുണ്ട്. ഇത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് കൊണ്ടല്ല, പക്ഷേ ആരോപണം എത്ര ശക്തമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ 3 പേർ, അതും സാബുവിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരാണ്, അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോഴും ഇനി പോലീസിന്റെ ഭാഗത്ത് നടപടികൾ എന്താണ് എന്ന് കാത്തിരിക്കുകയാണ്.